Good evening, one and all. A warm welcome to the closing function of Kerala Council of Churches. As we know, KCC firmly believes in the path of "You shall be my witness," and hence we all are here for witnessing, which is highly personal, spiritual, to attain salvation. Let's begin our function with President IAS Hub Civil Service Academy Administrator, NGO CSM, Student Center Director Maya, Father Saji George Mekat അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളട്ടെ. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം തലസ്ഥാന നഗരിയിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതിൽ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികളും സമൂഹത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരുമായ ഏവരും കടന്നു വന്നതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. പ്രത്യേകം ഇന്നത്തെ ഈ മീറ്റിംഗ് ഇനിയുമുള്ള കാലങ്ങളിൽ നമ്മളൊക്കെ ആശങ്കയോടെ കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് കോവിഡിന്റെ പുതിയൊരു വകഭേദം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകൾ നാം കേട്ടിരിക്കുന്നുവല്ലോ. ലോകം എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതാണ്. പക്ഷേ മാനവരാശിക്ക് സന്തുഷ്ടിയില്ലാത്ത മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് നാം എല്ലാവരും വ്യാകുലപ്പെടാറുണ്ട്. നല്ല നാളേക്കായി നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. എന്നിൽ നിശബ്ദമായിരിക്കുന്ന കർത്തവ്യം ഏവർക്കും സ്വാഗതം കരുതുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് ഗോതൻ സാറാണ്. എല്ലാവരും ഏറെ ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ നോവലിന്റെ ഇന്നത്തെ എഴുത്തുകാരി രേണുകാദേവി സൗരഭം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൊണ്ടുവന്നത്. പക്ഷേ ഡീമോണിറ്റൈസേഷൻ എന്ത് ഉദ്ദേശത്തോടെ ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നതിനെ സപ്പോർട്ട് ചെയ്തതാണ്. രാത്രി 11 മണിക്ക് ഏഷ്യാനെറ്റുകാർ വിളിച്ചു ഒന്നും അറിഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ പോയി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. എന്താ കാരണം? ഞാൻ വിചാരിച്ചു പ്രധാനമന്ത്രി ഒരു 3000-ഓളം കറൻസി ചെസ്റ്റുകളുണ്ട് ഇന്ത്യയിൽ ഓവറോൾ ആയിട്ട് എല്ലായിടത്തും ആയിട്ട്. റിസർവ് ബാങ്കിന്റെ ചെസ്റ്റുകൾ, കറൻസി ചെസ്റ്റുകൾ, അവിടെയാണ് റിസർവ് ബാങ്ക് പുതിയ കറൻസി ആണെങ്കിൽ സൂക്ഷിക്കുന്നത്, അതത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ. അതുപോലെ തന്നെ പഴയ നോട്ടുകളാണെങ്കിൽ സ്വീകരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് ഈ കറൻസി ചെസ്റ്റിലാണ്. അപ്പൊ ഈ കറൻസി ചെസ്റ്റുകളിൽ ഇഷ്ടം പോലെ കറൻസി, പുതിയ കറൻസി അടിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് വിതരണം ചെയ്താൽ മാത്രം മതിയെന്നാണ് ഞാൻ വിചാരിച്ചത്. നിലവിൽ കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ കള്ളപ്പണം എല്ലാം ഇല്ലാതെ അകത്തേക്ക് വരികയും വെള്ളപ്പണം മാത്രമാകും എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ആദ്യം അതിനെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ പിന്നെ മനസ്സിലായി ഏതോ മമ്പര വ്യക്തികളെ പറഞ്ഞു കൊടുത്തത് അനുസരിച്ചായിരിക്കാം പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന്. എന്തായാലും അത് പിന്നെ പ്രധാനമന്ത്രിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഏതായാലും ആ ഡീമോണിറ്റൈസേഷന്റെ അടിയിൽ നിന്ന്, അതിന്റെ സ്തംഭനത്തിൽ നിന്ന് ഇക്കോണമി ഉയർത്തെഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കാണ് GST കൊണ്ടുവന്നത്. അങ്ങനെ GSTയുടെ അരിഷ്ടതകൾ സമ്പദ്ഘടന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരുന്നു ലോകത്തെ, അതായത് നാം അറിയുന്ന ചരിത്രം തുടങ്ങിയ കാലത്തിന് ശേഷമുള്ള ഏറ്റവും കൂടുതൽ മരണം ഈ സമയത്തല്ല നടന്നിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധ കാലത്ത് നടന്നത്ര മരണം ഈ പാൻഡമിക് വഴി വന്നിട്ടില്ല. ഇപ്പോ അറിയുന്നതനുസരിച്ച് 50 ലക്ഷം പേർ മരിച്ചു എന്നാണ് അറിയുന്നത്, അതിൽ കൂടുതൽ. പക്ഷേ അനന്ത സുബ്രഹ്മണ്യൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ പേര്. അതായത് നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു അനന്ത് സുബ്രഹ്മണ്യൻ. അദ്ദേഹം ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് സെന്റർ, വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് സെന്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടീം നടത്തിയ പഠനത്തിൽ
എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഇന്ത്യയിലെ 5 ലക്ഷത്തിലധികമാണ് കോവിഡ് മരണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിച്ച അതിന്റെ ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് എന്തായിരുന്നു? ഈ അനന്ത സുബ്രഹ്മണ്യന് അടങ്ങുന്ന റിസർച്ചേഴ്സ് നടത്തിയ പഠനം, ആഗോളതലത്തിൽ നടത്തിയ പഠനത്തിന്റെ ഫലമായിട്ട് അവർ ഇന്ത്യയിലെ പഠനത്തിന്റെ റിസൾട്ട് കേൾക്കുമ്പോൾ നിങ്ങളാരും കണ്ടരുത്. 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയിലാണ് ഇന്ത്യയിലെ കോവിഡ് മരണമെന്നാണ് അവരുടെ കണ്ടെത്തൽ. അന്ന് അവർ പറഞ്ഞിരുന്നത്, അന്ന് കേരളത്തില് 13,000 എന്നാണ് പറഞ്ഞിരുന്നത്. ആ സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ 25,000-ഓളം പേർ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നു എന്നാണ്. ആ സ്റ്റഡിയെ ഞാൻ അംഗീകരിക്കുന്നു. അതുപോലെ ഹിന്ദു ഇവിടുത്തെ ഒരുപാട് എല്ലാവരും തന്നെ അംഗീകരിച്ചു. അവസാനം WHO അംഗീകരിച്ചു. കാരണം എന്താണെന്നറിയോ? അവരുടെ സ്റ്റഡി എങ്ങനെയാണെന്നറിയാമോ? 2017, 18, 19 വരെയുള്ള കാലഘട്ടമൊക്കെ നോർമൽ കാലഘട്ടമാണ്, മഹാമാരി വരാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിലെ മരണനിരക്ക് അതുമായിട്ട് 2020-ലെയും 2021-ലെയും മരണനിരക്കിനെ കമ്പയർ ചെയ്തു. അപ്പൊ 2020-2021 ഉണ്ടായ അധിക മരണങ്ങളൊക്കെ കോവിഡ് മുഖാന്തരമാണ് എന്ന ഇൻഫറൻസിലാണ് ആ സ്റ്റഡി എത്തിച്ചേർന്നത്. ആ സ്റ്റഡി തീർച്ചയായിട്ടും റാഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. എല്ലാ രാജ്യങ്ങളിലും ആ സ്റ്റഡി നടത്തി. അപ്പൊ ഇന്ത്യയിലെ മാത്രം കണക്കാണ് ഞാൻ പറഞ്ഞത്. 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയ്ക്ക് പേർ മരിച്ചിട്ടുണ്ടാകും. നമുക്ക് അതിന് നീതീകരിക്കത്തക്ക തെളിവുകളുണ്ട്. ഗംഗാ നദിയിലൊക്കെ ഒഴുകി നടന്ന ഡെഡ് ബോഡീസ് നമുക്കറിയാം. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ കോവിഡ് പിടിച്ച് മരിച്ച എത്രയോ പേര് ഇനിയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കോവിഡ് പിടിച്ച് മരിച്ചപ്പോൾ നാടകേടുകൊണ്ട്, അതായത് ഇതെന്തോ വല്ലാത്തൊരു പകർച്ചവ്യാധിയാണ്, ഇത് വന്ന് മരിച്ചു എന്ന് കേട്ടാൽ വലിയ മോശമാണോ എന്ന് വിചാരിച്ച് പുറത്ത് പറയാതിരുന്നവരുണ്ട് കേരളത്തില്, ഇന്ത്യയിൽ മൊത്തം കൊണ്ട് അങ്ങനെ. പിന്നെ അതിനുശേഷം ഒരു എക്സ്ഗ്രേഷ്യ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് എക്സ്ഗ്രേഷ്യ കൊടുക്കണമെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് തൊട്ട് കിട്ടുമെങ്കിൽ ഇതത് ശരിയായിട്ട് സത്യം പുറത്ത് പറയാമെന്ന് വിചാരിച്ച് പുറത്ത് പറഞ്ഞത്. പക്ഷെ അപ്പോഴോ അവരുടെ ഒന്നും കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ല. ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കൂ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് 5 ലക്ഷം ആയാലും 39 മുതൽ 49 ലക്ഷം വരെ ആയാലും കോവിഡ് ഒരു മഹാമാരിയായി കടന്നു വന്നു. അപ്പൊ കോവിഡ് കടന്നു വന്ന സമയത്ത് തന്നെ ഇന്ത്യ ഒരു മാന്ദ്യത്തിന്റെ പിടിയിലായിരുന്നു. എന്താണ് ലോക്ക്ഡൌൺ ഡിക്ലെയർ ചെയ്തത്? ലോക്ക്ഡൌൺ ഡിക്ലെയർ ചെയ്തത് മാർച്ച് 24-ാം തീയതി രാത്രി. 25 മുതൽ ലോക്ക്ഡൌൺ ആണെന്ന്. അതിനു മുൻപ് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അമർത്യ സെന്നിനെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിന്, അതിനു മുമ്പേ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ അമർത്യ സെൻ അദ്ദേഹം പറഞ്ഞു, ഇത് ക്രൂരമായി പോയി. ഇത്രയും വലിയ ഒരു രാജ്യത്ത് ആരോടും പറയാതെ, നമുക്കറിയാം കേരളത്തിൽ തന്നെ 25 ലക്ഷത്തോളം മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ നാട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലാണ്. ഇത്തരക്കാർക്കൊക്കെ അവരവരുടെ വീട് പറ്റിച്ചേരേണ്ടതാണ്. അതിനുള്ള യാതൊരു സാഹചര്യങ്ങളും കൊടുക്കാതെ നെപ്പോളിയാനിക് പോളിസി എന്നാണ് അമർത്യ സെൻ അതിനെ പറഞ്ഞത്. അതായത് യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ നമുക്കറിയാം വഴിക്ക് വെച്ച് നടന്നു പോകുമ്പോൾ വഴിക്ക് വെച്ച് മരിച്ചു വീഴുന്നത്, അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നു. ബീഹാറിലോ രാജസ്ഥാനിലോ മറ്റൊരു റെയിൽവേ സ്റ്റേഷനിൽ മരിച്ചു കിടക്കുന്ന അമ്മയുടെ അടുത്ത് വിശന്നിട്ട് ചുറ്റും കറന്ന് നടക്കുന്ന ഒരു കൊച്ചു കുട്ടി, അതിന്റെ തൊട്ട് മൂത്ത കുട്ടി അമ്മയുടെ അടുത്തിരിക്കുന്നു. അമ്മയുടെ മുഖത്ത് തുണി വലിച്ചിട്ടിരിക്കുകയാണ് ആരോ യാത്രക്കാരൻ. അപ്പൊ അത്തരം ദുരന്തങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടു ഇന്ത്യയിൽ. അങ്ങനെയുള്ള ആ കോവിഡിന്റെ ഇക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്ട് എന്തായിരുന്നു? അതാണല്ലോ നമ്മൾ കാരണമായിട്ട് നോക്കേണ്ടത്. പ്യൂർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു അമേരിക്കൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവരുടെ പഠനത്തിൽ പറയുന്നു 2020-ൽ 3.6 കോടി അതിദരിദ്രർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 6.7 കോടി അതിദരിദ്രർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു 2020-ൽ, പാൻഡമിക് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ്. പാൻഡമിക് തുടങ്ങി കഴിഞ്ഞിട്ട് 2021 ജൂണിൽ അവരുടെ പഠനം വരുന്നു. ഈ 6.7 കോടി അതിദരിദ്രർ എന്നുള്ളത് 13.6 കോടിയായി വർദ്ധിച്ചിരിക്കുന്നു.
അതായത് ഒരു കൊല്ലം കൊണ്ട് ഒരൊറ്റ വർഷം കൊണ്ട് പാൻഡമിക്കിന്റെ പിടിയിൽ അമർന്ന് അതിദരിദ്രരായിട്ട്, അതായത് അവരുടെ ദാരിദ്ര്യത്തിന്റെ കണക്കെന്ന് പറഞ്ഞാല് $2 അതിൽ കുറവോ ഉള്ളവരെയാണ് അതിദരിദ്രരായിട്ട് അവര് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള 6.7 കോടി പേരുണ്ടായിരുന്നു 2020. അത് 13 എന്ന് വെച്ചാൽ ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. കാരണം എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അതായത് IMF തന്നെ 2020 മാർച്ചിൽ ഈ ലോക്ക്ഡൌൺ ഡിക്ലെയർ ചെയ്ത ഉടനെ IMFന്റെ കണക്ക് വന്നു, ഇന്ത്യയിൽ 40 കോടി പേർ തൊഴിൽ രഹിതരാണ്. അപ്പൊ 40 കോടി പേർ തൊഴിൽ രഹിതരാണ്. ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ട് മാർഗങ്ങൾ വന്നില്ല. ഒറ്റ കാര്യമുണ്ട്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വണ്ടികൾ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലും ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 അനുസരിച്ച്, എന്താണ് 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് പറയുന്നത്? UPA സെക്കൻഡ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്താണ് പറയുന്നത്? ഒരു അത്യാവശ്യം വന്നാൽ ഇന്ത്യയിലെ 68% ജനങ്ങൾ, അതായത് താഴെത്തട്ടിലെ 68% ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം. അതിനെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന ആക്ടില്? അരി, ഗോതമ്പ്, ആട്ട, 5 തരം പയറുവർഗ്ഗങ്ങൾ, ഇത്രയുമാണ് ആ എസെൻഷ്യൽ ഐറ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം ഉൽപ്പന്നങ്ങളുമായിട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വണ്ടികൾ മാത്രമാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചത് ഈ ലോക്ക്ഡൌൺ 3 മാസക്കാലത്തേക്ക്. അപ്പൊ എന്താ സംഭവിച്ചത്? അവരവന്റെ വീട് ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചണും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മൈഗ്രന്റ് വർക്കേഴ്സ് വീട്ടിൽ പോകാതിരുന്നവർ മരിച്ചില്ല. പക്ഷെ ആ കമ്മ്യൂണിറ്റി കിച്ചന്റെയും പുറകിലുള്ളത് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ആക്ട്, UPAയുടെ കാലത്ത് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ ആക്ടിന്റെ പേരിൽ കൊടുക്കുന്ന സാധനങ്ങളാണ്. അത് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. അങ്ങനെ ചെറിയ ചെറിയ ചെലവുകളൊക്കെ സർക്കാർ, ഈ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാകും. ബാക്കി മുഴുവൻ ചെലവുകളും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് വന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അതിദരിദ്രർ, അതുപോലെ തന്നെ 40 കോടി തൊഴിൽ രഹിതർ, അന്ന് ആദ്യത്തെ ഇൻസെന്റീവ്, കോവിഡ് ഇൻസെന്റീവ് കൊണ്ടുവന്നു. എന്തായിരുന്നു കോവിഡ് ഇൻസെന്റീവ്? 1,70,70,000 കോടിയുടെ ഫസ്റ്റ് കോവിഡ് ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു. അത് മാർച്ച് 25-ന് ലോക്ക്ഡൌൺ ഡിക്ലെയർ ചെയ്ത് ഏതാനും ദിവസം കഴിഞ്ഞ്, 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ കോവിഡ് ഇൻസെന്റീവ്. ആ കോവിഡ് ഇൻസെന്റീവ് അനുസരിച്ച് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി 182 രൂപയിൽ നിന്ന് 202 രൂപയായി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്ര രൂപയായ കൂലി? 182 അല്ല, അന്ന് 280 കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി. കാരണം കേരളത്തിൽ ആരും തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലിക്ക് പോകില്ല 182 രൂപയാണെങ്കിൽ. അതുകൊണ്ട് അപ്പോ ഈ വർദ്ധിപ്പിച്ചപ്പോ അത് 300-ൽ കൂടുതലായി. കേരളത്തിൽ മാത്രം, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 202 രൂപയായി. അതുപോലെ ഈ തൊഴിൽ രഹിതരോട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുക, ആ നാട്ടിൽ ചെന്ന് നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേരുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ ശരിയാണ്, ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേരുന്നത്. പക്ഷെ ഓൺ ദ വേയിലായി പോയവർ അമ്മാതിൽ നിന്ന് പുറപ്പെട്ടുകയും ചെയ്തു, ഇല്ലത്തൊട്ട് എത്തിയുമില്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് എന്താണ് പറയാ, മറ്റൊരു നോർത്തേൺ സ്റ്റേറ്റിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷെ വാഹനങ്ങളില്ല. അങ്ങനെ ആയപ്പോ അവർ നടന്നും അങ്ങനെ ട്രക്കിൽ കയറിയും, നമുക്കറിയാം വളരെ ദുരിതപൂർണമായിട്ടായിരുന്നു പോയത്. അപ്പൊ തൊഴിൽ രഹിതരുടെ എണ്ണം ഇത്ര കൂടി. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ തൊട്ടടുത്ത ഫലം എന്തായിരിക്കും? തൊഴിലില്ലാതെ വന്നാൽ എന്താണ് സംഭവിക്കുക? കൂലിയില്ല. കൂലി ഇല്ലാതെ വന്നാൽ ഒരു ഇക്കോണമിയിൽ എന്താ സംഭവിക്കുക? ഡിമാൻഡ് ഇല്ല. അപ്പൊ ഡിമാൻഡ് ഇല്ലാതെ വന്നാൽ ഒരു ചാക്രികതയുണ്ട്. ഡിമാൻഡ് ഉണ്ടോ ഉൽപ്പന്നങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും ഡിമാൻഡ് ഇല്ല. കാരണം ആരുടെ കയ്യിൽ വാങ്ങാൻ പൈസയില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ പോലും വില താഴേക്ക് പോകണം. പക്ഷെ ഇന്ത്യയിൽ താഴേക്ക് പോയില്ല. വില താഴേക്ക് പോയില്ല. വില സ്ഥിരമായി നിന്നാൽ പോലും ഡിമാൻഡ് ഇല്ലാത്ത കാലത്ത് ആരും വായ്പ എടുത്തു പോലും ഒരു ഉൽപാദനവും നടത്തുകയില്ല. അങ്ങനെ ഉൽപാദനം ഒക്കെ എല്ലാ സമസ്ത എക്സെപ്റ്റ് അഗ്രികൾച്ചർ,
2020 അഗ്രികൾച്ചർ 3% വളർച്ച രേഖപ്പെടുത്തി. നിങ്ങൾക്ക് അറിയാമോ? പിന്നെ ഇപ്പൊ ലേബർ ലോസ് ഒക്കെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 1950-51 50.8 ദശലക്ഷം ടണ്ണായിരുന്നു കേരളത്തിലെ ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനം. 50.8 ദശലക്ഷം ടൺ 1950-51 ഭക്ഷ്യോൽപാദനം. ഭക്ഷ്യോൽപാദനം വെച്ചാൽ അരി, ഗോതമ്പ്, ചോളം എല്ലാം കൂടി ചേർന്ന ഭക്ഷ്യോൽപാദനം. അത് 2020 300 ദശലക്ഷം ടണ്ണായി വളർന്നു. എന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ടല്ല, ഇത്രയും കാലം കൊണ്ട്. ഗ്രീൻ റവല്യൂഷൻ അതിന്റെ പുറകിലുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഭക്ഷ്യോൽപാദനം മാത്രം 3% വളർന്നു ഈ പാൻഡമിക്കിന്റെ വർഷത്തിൽ. അതേ സമയത്ത് മറ്റെല്ലാ മേഖലകളും താഴേക്ക് പോയി. കോർ ഇൻഡസ്ട്രീസ്, ഏതാണ് ഈ കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്? 8 കോർ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഞങ്ങൾക്ക് സിവിൽ സർവീസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കണം. എന്തൊക്കെയാണ് ഈ കോർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാല്? കോൾ, അയൺ, ക്രൂഡ്, പെട്രോൾ, അതായത് ബ്രഞ്ച് എന്ന് വെച്ചാൽ ക്രൂഡ് നമ്മൾ ഇറക്കുമതി അധികം ചെയ്യുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രൂഡ്, പിന്നെ റിഫൈൻഡ്, എന്താണ്, പെട്രോൾ, ഡീസൽ എക്സെട്ര, റിഫൈൻഡ്. പിന്നെ അടുത്തത് സിമെന്റ് പറഞ്ഞു തോന്നുന്നല്ലേ? ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ്. പിന്നെ നാച്ചുറൽ ഗ്യാസ്, അത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. 8 എട്ടാമത് കണ്ടുപിടിച്ചോ കേട്ടോ. ഐ തിങ്ക് ഞാൻ 8 പറഞ്ഞു തോന്നുന്നു, ഇല്ലെങ്കിൽ എന്റെ ഈ നോട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ 8 കോർ ഇൻഡസ്ട്രീസ് എല്ലാത്തിന്റെയും പ്രൊഡക്ഷൻ താഴേക്ക് പോയി. അതില് PMI കേട്ടിട്ടുണ്ട് ഏതെങ്കിലും കുട്ടികള്? PMI ഇൻഡെക്സ്. ആ PMI ഇൻഡെക്സ് പറഞ്ഞു 2005 മുതൽ. സിവിൽ സർവീസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്താണ് PMI ഇൻഡെക്സ് എന്ന്. 2005 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും എടുത്തിട്ട് PMI ഇൻഡെക്സ് 50 താഴെ പോയ, അതായത് 30.8 ആയിരുന്നു ആദ്യത്തെ ക്വാർട്ടർ കഴിഞ്ഞപ്പോൾ. ആദ്യത്തെ ക്വാർട്ടർ, പാൻഡമിക്കിന്റെ ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറഞ്ഞാല് ഇപ്പൊ സമയം പോയില്ലേ? ഓക്കെ, ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറഞ്ഞാല് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ. ഇതാണ് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2020. ആ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2020 PMI ഇൻഡെക്സ് 30.8 ആയി. 100 നിൽക്കേണ്ടതാണ്. അത് 2005 അതിന് ശേഷം ആദ്യമാണ് 50 താഴെ പോകുന്നത്. 30.8 ആയി. അത്രമേൽ താഴ്ന്നു പോയി ഈ കോർ ഇൻഡസ്ട്രീസിന്റെ ഉൽപാദനം. അപ്പൊ അതിൽ തന്നെ പ്രൈസ് പിന്നെ ഫിക്സ് ചെയ്യുന്നതിന് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ വെയിറ്റ് ഉണ്ട്, ഓരോ വെയിറ്റ്. അപ്പൊ അതിന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമുള്ള വെയിറ്റ് ആണ് 28. 100 എന്നിട്ടാണെങ്കിൽ അതിന് 28 വെയിറ്റ് പെട്രോളിയത്തിന് മാത്രമാണ്. ബാക്കി 7 കൂടിയാണ് ബാക്കി വെയിറ്റ് വരുന്നത്. സാമ്പത്തിക ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സിവിൽ സർവീസ് ഒക്കെ ചെയ്യുന്നവർ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ ഇത്രയും വെയിറ്റ് ഉള്ള ഈ കോർ ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്ഷൻ എല്ലാത്തിലും, അതായത് ഇപ്പം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ താഴേക്ക് പോയി, കോളിന്റെ താഴെ എല്ലാ ഇൻഡസ്ട്രീസിന്റെ താഴേക്ക് പോയി. പെട്രോളിയം ഉൽപ്പന്നം, റിഫൈൻഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് 23.5% ഇടിഞ്ഞു. ഈ തരത്തില് പ്രധാനപ്പെട്ട പരമപ്രധാന വ്യവസായങ്ങളെയാണ് കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയും. മർമ്മപ്രധാന വ്യവസായങ്ങൾ, അവരുടെ ഉൽപാദനമാണ് ഈ തരത്തിൽ താഴേക്ക് പോയത്. അങ്ങനെ ഇന്ത്യൻ ഇക്കോണമി തീർത്തും സ്തംഭിച്ച ഒരവസ്ഥയിലേക്ക് പോയി. 3 മാസത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴേക്കും, ഈ 3 മാസത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് അത് പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങിയത്, അതായത് പതുക്കെ പിന്നെ വ്യാവസായിക മേഖല പിച്ച വെച്ച് മുകളിൽ, കൊച്ചു കുട്ടികൾ പിച്ച വെക്കുന്നത് പോലെ പിച്ച വെച്ച് മുകളിലേക്ക് വരാൻ തുടങ്ങിയ ഒരവസ്ഥയാണ് പിന്നെ നമ്മൾ കാണുന്നത്. പക്ഷേ സെക്കൻഡ് ക്വാർട്ടറിലും തേർഡ് ക്വാർട്ടറിലും നെഗറ്റീവ് ആയിരുന്നു GDPയുടെ ഗ്രോത്ത് റേറ്റ്. ഫസ്റ്റ് ക്വാർട്ടറിൽ GDPയുടെ ഗ്രോത്ത് റേറ്റ് ആയിരുന്നു, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? GDPയുടെ ഗ്രോത്ത് റേറ്റ് -24.1% ആയിരുന്നു ഫസ്റ്റ് ക്വാർട്ടറിൽ. ആ സമയത്ത് കേരളത്തിലെ ഗ്രോത്ത് റേറ്റ് എത്രയായിരുന്നു? കേരളത്തിലെ ഗ്രോത്ത് റേറ്റ് അതിനേക്കാൾ ഭയാനകമായിട്ട് -26% ആയിരുന്നു. ആദ്യ ക്വാർട്ടർ എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ 2020. ആ
2020 ഏപ്രിൽ മെയ് ജൂൺ കാലത്തെ ഗ്രോത്ത് റേറ്റ്, GDP-യുടെ ഗ്രോത്ത് റേറ്റ് 24.1%. അതിനേക്കാൾ മോശമായിട്ട് 26% കേരളത്തിന്റെ GSDP. നേരത്തെ വർഗീസ് പോത്തൻ പറഞ്ഞതാണ്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപാദനം, മൊത്ത ഉൽപാദനം, അതാണ് 26% ഇടിഞ്ഞത്. അപ്പൊ അങ്ങനെ കേന്ദ്രത്തിന്റെ, അതേസമയത്ത് കേന്ദ്രത്തില് അതായത് ഒട്ടും താഴേക്ക് പോകാത്ത ഉൽപാദന മേഖലകൾ ഉണ്ടായിരുന്നു. ഫാർമസ്യൂട്ടിക്കൽസ്, ബിക്കോസ് നമ്മള് ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാണ്, ലോകത്തിന്റെ തന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാണ് ഇന്ത്യ. നമ്മൾ കോവിഡിന് എഗൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ വികസിപ്പിച്ചെടുത്തു, നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. അങ്ങനെ ആ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നല്ലവണ്ണം പെർഫോം ചെയ്തിരുന്നു ഈ കാലഘട്ടത്തിൽ. ഇനിയുമുണ്ട് സേവന മേഖല, IT സെക്ടറിനെയും ഈ കോവിഡ് ബാധിച്ചില്ല. മാത്രവുമല്ല IT സെക്ടറിലെ ഒരു പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ്, അതായത് അങ്ങനെ ഞാൻ അതിലേക്ക് കടന്നാല് വലിയ എക്കണോമിക്സ് അറിയാവുന്നവർക്ക് അതായത് നമുക്ക് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് IT-യുടെ എന്തുമാത്രം ഇമ്പോർട്ട് ഉണ്ടോ വാല്യൂ, ഇമ്പോർട്ട് വാല്യൂ, അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് വാല്യൂ, രണ്ടും കൂടി നോക്കുമ്പോൾ നമുക്കൊരു IT സർപ്ലസ് ഉണ്ടായിരുന്നു. Did you follow me? കുട്ടികളോട് ചോദിക്കുന്ന അപ്പൊ നമുക്ക് IT രംഗത്ത് ഒരു സർപ്ലസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ, ഫസ്റ്റ് ക്വാർട്ടറിൽ പോലും. അപ്പൊ അങ്ങനെ IT സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും ഈവൻ സമുദ്ര ഉൽപ്പന്ന കയറ്റുമതിയിൽ പോലും ഇടിവ് വന്നു. കാരണം എന്താണ്? കേരളത്തിൽ നിന്ന് പോലും പോയ കൊഞ്ചുകോഴിയുടെ ഉൽപ്പന്നങ്ങളിൽ കോവിഡിന്റെ അണുക്കളെ കണ്ടു എന്ന് പറഞ്ഞ് ചൈന, അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങൾ, അങ്ങനെ പല എന്ന് പറഞ്ഞ് ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ കേട്ടോ, ചൈന പോലെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ നമ്മുടെ ഉൽപ്പന്നം വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു, കണ്ടെയ്ൻമെന്റ്സ്. അപ്പൊ അങ്ങനെ ഒക്കെ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും പ്രൊഡക്ഷൻ വളരെ താഴേക്ക് പോകുന്ന ഒരു സമയത്തും കൃഷി പിടിച്ചു നിന്നു എന്നുള്ളത് വലിയ സഹായമായിരുന്നു. മാത്രവുമല്ല ഈ 40 കോടി പേർ തൊഴിലില്ലാത്തവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 48% തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന മേഖലയാണ് കാർഷിക മേഖല. അപ്പൊ കാർഷിക മേഖല താഴേക്ക് പോയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ ഉച്ഛ്വാസമായി പകർന്നുകൊണ്ടിരുന്നത് കാർഷിക മേഖലയായിരുന്നു എന്ന് കൂടി നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇനി നമ്മള് അത് കഴിഞ്ഞ് രണ്ടാമത് ഈ കോവിഡ് തീരുമെന്ന് വിചാരിച്ച് 4ാം മാസത്തില് പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. 1.8% ആയിരുന്നു പോസിറ്റീവ് ഗ്രോത്ത് 4ാം മാസത്തിലെ GDP ഗ്രോത്ത്. ആ സമയത്ത് കേരളത്തിൽ പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കത് വിശ്വസിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കേരളത്തിലെ പോസിറ്റീവ് ഗ്രോത്ത് നെഗറ്റീവ് ഗ്രോത്ത് ആണെന്നുള്ളത് നമുക്ക് ഗവൺമെന്റിന്റെ അടുത്ത ബജറ്റ് വരുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. ഇത് 2021-22 ബജറ്റ് ഡോക്യുമെന്റ് ആണ്. ഇനി 22-23 ബജറ്റ് ഡോക്യുമെന്റ് വന്നാലേ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനിനി അപ്പൊ ഈ രണ്ടാമത്തെ കോവിഡിന്റെ അറ്റാക്ക് 2020-21 പീരീഡ് ആയപ്പോഴത്തേക്കും കോവിഡ് വീണ്ടും പിടിമുറുക്കുന്നു. പക്ഷേ ഒരിടത്തും പൂർണ്ണമായ ലോക്ക്ഡൌൺ ഡിക്ലെയർ ചെയ്തില്ല. കാരണം 2020 ലോക്ക്ഡൌൺ കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സംസ്ഥാന ഗവൺമെന്റുകൾ ഒരു കാര്യം മനസ്സിലാക്കി, ഈ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് വലിയ മാരകമായ അടിയാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒരു സമ്പദ്ഘടനയ്ക്ക് അത് ഏറ്റെടുക്കാൻ പറ്റില്ല ആ പ്രകടനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഘട്ടം ഘട്ടമായി ലോക്ക്ഡൌൺ. അത് നമുക്കറിയാം, കേരളത്തിൽ തന്നെ കണ്ടെയ്ൻമെന്റ് സോൺ, അങ്ങനെ ഇങ്ങനെ പല തരത്തിലായിരുന്നു ലോക്ക്ഡൌൺ വന്നത്. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൌണിന്റെ ആഘാതവും 2020-നേക്കാൾ കുറവായിരുന്നു. അതായത് എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ 2020 അനുഭവങ്ങൾ കൊണ്ട് തന്നെ 2021 ആയപ്പോഴേക്കും കുറച്ചുകൂടി വേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോക്ക്ഡൌണിനെ എന്താ പറയുക ഡിവൈഡ് ചെയ്തു. പല കാലഘട്ടങ്ങളിലായി, പല സ്ഥലങ്ങളിലായി, അങ്ങനെ പ്രൊഡക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതൊന്നും പറയാൻ സമയമില്ല. എനിക്ക് പറഞ്ഞ സമയമൊക്കെ തീരാറായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിലേക്കും പോകുന്നില്ല. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് വരിക. അതിനു മുമ്പായിട്ട് GDP-യുടെ ഗ്രോത്ത് എന്തായിരുന്നു? നേരത്തെ ഇവിടെ V ഷേപ്പുള്ള ഡെവലപ്മെന്റ് വർഗീസ് പോത്തൻ പറഞ്ഞു. അതുപോലെ ഒരു V ഷേപ്പ് നമ്മൾ കണ്ടു. എപ്പോഴാണ് കണ്ടത്? 20 GDP ഗ്രോത്ത് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2021. ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2021, അതായത് ഏപ്രിൽ മെയ് ജൂൺ
കേരളത്തിലെ ഗ്രോത്ത് റേറ്റ് 20% GDP കാണിക്കുന്നു. എന്ന് വെച്ചാൽ വലിയ ആഘാതത്തിനൊന്നും കാരണമില്ല. ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട്, അതായത് തലയിൽ താഴെ ഇടുന്ന ഗ്രോത്ത് റേറ്റ് ആണ് പെട്ടെന്ന് കുറച്ച് കാണിച്ചത്. അതുകൊണ്ടാണ് കുറച്ച് ഗ്രോത്ത് കാണിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ വി ഷേപ്പായിട്ട് പെട്ടെന്ന് നെഗറ്റീവിൽ കയറി വന്ന ഒരവസ്ഥ ഉണ്ടായി. അതിപ്പോ കേരളത്തിൽ എത്രയായിരുന്നു നമുക്ക് കേരളത്തിലെ അറിയണമെങ്കിലും അടുത്ത ബജറ്റ് വരണം. അതുവരെ അത് അങ്ങനെ ഒരു ഗ്രോത്ത് റേറ്റിനെ പറ്റി കേരളത്തിലെ രാഷ്ട്രീയ ഭരണ പാർട്ടി ഇതുവരെ ഒരു ക്ലെയിം എടുത്തിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഇനി അതിനിടയ്ക്ക് ഓർമ്മിക്കുക, 20 ലക്ഷം കോടിയുടെ രണ്ടാമതൊരു പാക്കേജ് വന്നിരുന്നു കേന്ദ്രം. അതും പറയുന്നില്ല. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കോവിഡ് കാലത്ത് നിന്ന് 20,000 കോടിയുടെ ഒരു കോവിഡ് ഇൻസെന്റീവ് പാക്കേജ് കൊണ്ടുവന്നു. അതായത് ഡോക്ടർ തോമസ് ഐസക് 2020-21 ബജറ്റിൽ പറഞ്ഞിരുന്നില്ല. ബജറ്റ് കഴിഞ്ഞാണല്ലോ കോവിഡ് വന്നത്. അപ്പൊ ബജറ്റിന് ശേഷം കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ 20,000 crore ഒരു ഇൻസെന്റീവ് പാക്കേജ് കൊണ്ടുവന്നു. പക്ഷെ ആ ഇൻസെന്റീവ് പാക്കേജ് നിങ്ങൾ ബോറടിച്ചിട്ടാണ് വർത്താനം പറയുന്നത് ആരെങ്കിലും പ്രസംഗത്തിന് ഇങ്ങനെ വിളിച്ചു ചോദിക്കില്ല. പക്ഷെ ഞാൻ ബേസിക്കലി ഐ എം എ ടീച്ചർ. അപ്പോൾ ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും ശ്രദ്ധയില്ലാതിരിക്കുന്നെങ്കിൽ ഒന്നുകിൽ അവർക്ക് ബോറടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിർത്തിക്കൂടെ എന്നുള്ള സിഗ്നലാണ്. അതുപോലെ വേദിയിലും സദസ്സിലുള്ള ശ്രദ്ധ വ്യക്തികൾ വളരെ സന്തോഷത്തോടെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഇന്ന് രാവിലെ ആ പുസ്തകം കിട്ടിയിരുന്നു. പൂർണ്ണമായിട്ട് വായിച്ചു നോക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നല്ല ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ചെയ്തു കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്രയധികം നല്ല നിലവാരം സന്തോഷിക്കുന്നു. ഇത് രണ്ടാമത്തെ പുസ്തകമാണ് എന്ന് തോന്നുന്നു. ആദ്യത്തേത് വൈകി വന്ന വസന്തം ആണ് തോന്നുന്നു. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതി സാഹിത്യരംഗത്ത് ശ്രമിക്കാൻ ഇടവരട്ടെ. അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കാനായിട്ട് ആശംസിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് എൻ്റെ സംഘാടകരോട് എന്നോടൊക്കെ എനിക്കുള്ള നന്ദികൾ അറിയിക്കുന്നു. വൈകിയത് കൊണ്ട് കൂടുതൽ സംസാരിക്കില്ല. നന്ദി, നമസ്കാരം. വേദിയിൽ അടുത്തതായി പുസ്തക പ്രകാശന കർമ്മമാണ് ശ്രീമതി രേണുക ദേവി എസ് എഴുതിയ ഇന്ദ്രനീലം എന്ന നോവൽ ശ്രീമതി ഡോക്ടർ മേരി ജോർജ് മാമിന് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശ്രീ പടിയറ ശ്രീധരൻ മാഷ് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. കഥയെന്ന് പറയാൻ ഞാനൊരു കുട്ടിക്കാല ഗ്രാമപ്രദേശത്താണ്. വളരെ മനോഹരം ശാരീരികതയുള്ള ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു. ഇപ്പൊ അത് കുറച്ചേക്ക് മാറിയെങ്കിലും നമ്മൾ ബാക്കി സമയം മുഴുവനും കൂടുതൽ സമയവും നഗരത്തിലാണ് ജീവിതമെങ്കിൽ അത് അന്ന് കിട്ടിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ അതെല്ലാം കുഞ്ഞു കുഞ്ഞു അവധികളായി എവിടെയെങ്കിലുമൊക്കെ എഴുതിയൊക്കെ വയ്ക്കാറുണ്ട്. പിന്നെ കുടുംബാംഗങ്ങളുടെ ഒരു സ്നേഹവും എല്ലാം സപ്പോർട്ടൊക്കെ കിട്ടി. ഫ്രണ്ട്സിന്റെ ആദ്യം കുട്ടിക്കാലത്തെ കഥകളൊക്കെ കുഞ്ഞൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ അതിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ എവിടെയോ ചെറിയ ചെറിയ ഉണ്ടെന്നുള്ളൊരു സ്വന്തമായിട്ട് തോന്നൽ വന്നു. അങ്ങനെയാണ് എഴുതുന്നതിന് ഒരുപാട് കുഞ്ഞു സമ്മാനം കിട്ടിയിട്ടുണ്ട്. നമ്മളുകൾ കാര്യങ്ങളിലൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ബുക്കാക്കി ഇത്രയും വ്യക്തികളുടെ മുന്നിൽ എനിക്ക് വരാൻ സർവേശ്വരൻ തന്ന ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്റെ നന്ദി അനുഭവത്തിൽ എല്ലാവരോടും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു കുഞ്ഞു കഥ ഞാൻ ഒരു വീട്ടിൽ പറയാം. ഒരു കോളേജ് ഞാൻ ആദ്യം ഒരു സ്ത്രീയുടെ ഒരു കഥയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനാണോ ഈ താനാണോ ചോദിച്ചു. ഞാൻ ഒരിക്കലും കഥാകൃത്തിന്റെ മക്കൾ വരുന്നതെല്ലാം അവരാവണമെന്നില്ല. പക്ഷെ അവരുടെ എവിടെയെങ്കിലും കുറച്ച് ടച്ചുകൾ കാണും എന്ന് വെച്ചാൽ അവരാണല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഒരു കോളേജ് അധ്യാപകൻ റിസർച്ചിന്റെ ഭാഗവുമായിട്ട് ഒരു കാട്ടിൽ പോകുന്നത്. അവിടെ വെച്ച് കണ്ട കുറച്ച് കാര്യങ്ങൾ, അവിടെ നിന്ന് ഒരു മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, അത് അവിടെ നിന്ന് പിന്നെ അയാളുടെ കൂടെ വന്ന കുറച്ച് ചിന്താഗതികൾ നാട്ടിലെത്തിയതിനു ശേഷവും അത് പിന്തുടരുകയും നാട്ടിൽ അവർക്ക് പിന്നെ
വിവാഹം നടന്നപ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധം അത് പഴയ കാര്യങ്ങൾ ഓർമ്മകൾ വന്നതുകൊണ്ട് അത് തൽക്കാലം മാറ്റിവെക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിക്കുണ്ടായ മാനസികാവസ്ഥകൾ വിഷമങ്ങളൊക്കെ വന്ന് അതൊരു ഒരു സൈഡ്. മറിച്ച് നമ്മൾ ഇപ്പൊ നടക്കുന്ന പ്രസന്റ് സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വലിയ വലിയ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി പോലുള്ള ആൾക്കാർ പുറത്തുനിന്നുള്ളവർ നമ്മുടെ നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കെട്ടി അവർ വലിയ ബിസിനസ്സുകാരാകും. നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരുടെ ജോലിയെല്ലാം നശിക്കും. അവർക്ക് ഇപ്പൊ തന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടില് പരദേശികൾ വന്ന്, പരദേശികൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അന്യ സംസ്ഥാനക്കാരാണ് ഒരുപാട് വലിയ വലിയ ഷോപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ അതിനടുത്ത് ഒരു കുഞ്ഞു ഷോപ്പ് വെച്ച് നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റി വരെ നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ ഇടിച്ചു കയറുന്ന ആൾക്കാർ, ഇവിടുന്ന് ആൾക്കാർ നമ്മൾ അവരെയും കൂടെ അനുവദിച്ചുകൂടെ ജീവിക്കാൻ എന്നുള്ള ലെവലില് ഒരു സൈഡ് അതിലൊരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നീട് അവസാനം അയാളുടെ ഒരു ജീവിതം കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് ആ കാട്ടിൽ കണ്ടത് അന്ന് അപ്പം കണ്ടതല്ലേ അതെല്ലാം ഉപേക്ഷിക്കുക എന്ന് കണ്ടിട്ട് അങ്ങനെ സ്വസ്ഥമായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കയറുന്നതുമായ ഒരു കുഞ്ഞു കഥയാണ്. സിമ്പിൾ ലാംഗ്വേജ്. എന്റെ നാട്ടുകാർക്കും അവിടെ സാധാരണക്കാർ കുറെ പേരുണ്ട്, അവർ എല്ലാവരും വായിച്ച് മനസ്സിലാക്കുന്ന ലളിതമായ ഭാഷയിൽ ഒരുപാട് ഭാഷാ നൈപുണ്യങ്ങളുള്ളവരായിരിക്കുന്ന എല്ലാവരും. അതുപോലെ ഞാനിന്ന് രാവിലെ അസുഖങ്ങൾ പറഞ്ഞു, എല്ലാവരും അവിടെ ഇരിക്കുന്ന വലിയ ആനയോളം വലിപ്പമുള്ളവരാണ്, ഞാൻ എന്തിനാ അവിടെ ഉറുക്കുകൂടില്ലാതെ ഞാൻ എന്തിനാ അവിടെ പോകുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ പറയുന്ന വാക്കാണ്, ഉറുക്കുകൂടി ഇരുന്നവരാണ് പിന്നീട് ആന പോലെ ആകുന്നത്, അതുകൊണ്ട് നീ അതിലൊന്നും വിഷമിക്കണ്ട, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോകും. എനിക്ക് ആദ്യം ടെൻഷൻ, ഞാനൊരു ആരോഗ്യ പ്രവർത്തകയാണ്, ഞാൻ ഗവൺമെന്റ് കണ്ണൂരിലെ ഹെഡ് നേഴ്സാണ്. അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളും പല പല കുഞ്ഞുനാളൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് എനിക്ക് എനിക്കും എഴുതുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സമയത്തിന്റെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല പല കാര്യങ്ങളും കൂടെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഇതിലുണ്ടാകുന്ന വ്യക്തിത്വ ക്ഷണിക്കലോട് സാറ് വായിച്ച സാറിനോട് നമുക്ക് വായിക്കാനും ഒരു അപേക്ഷ. കാരണം നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇത്രയും നമ്മൾക്ക് കുറച്ചൊരു സന്തോഷങ്ങൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നെ എന്റെ ഭാരവാഹികളോടും എനിക്ക് ഇവിടെ നിൽക്കാനൊരു അവസരം തന്നെ ജഗദീശ്വരനോട് നമ്മുടെ എല്ലാവരും എനിക്ക് അത്രയും പറയാനേ ഉള്ളൂ, അത്രയും വാക്കുകൾ എന്റെ എനിക്ക് പറയാനേ ഉള്ളൂ. വളരെ മധുരമായ ശബ്ദത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര എവിടെയോ നിൽക്കുന്നത് പോലെ സംസാരിച്ചത്. അതുപോലെ എല്ലാം എനിക്ക് എന്തോ ഈ ഒരു വേദി എനിക്ക് എത്ര പറഞ്ഞാലും മതിവരാത്തത് ശ്രദ്ധിച്ച പ്രിയപ്പെട്ട പഴയ വേദിയുടെ ബഹുമാനിയെ യോഗത്തിൽ അധ്യക്ഷനടക്കമുള്ള നമ്മുടെ വേദികളെ പറഞ്ഞുകൊണ്ടും ഇനി സമയം വളരെയധികം വൈകുന്നു എന്നുള്ളതുകൊണ്ട് ദീർഘമായി ഒന്നും തന്നെ സംസാരിക്കാനില്ല. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പര കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കഴിയുമെങ്കിൽ നേരിടുന്നതിന് തന്നെ പങ്കെടുപ്പിച്ച് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് KCC പ്രസിഡന്റിനോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന. കാരണം നമ്മുടെ സാമ്പത്തിക രംഗം എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സമൂഹത്തിലുള്ള മുഖ്യധാര പ്രവർത്തകർ, പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കും. കാരണം ഈ സാമ്പത്തിക മേഖലയെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ശരിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. ഉപരിപ്ലവമായ രീതിയിലാണ് ഈ വിഷയത്തെ ആളുകൾ നോക്കിക്കാണുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥ സ്ഥിതി എന്നുള്ള ഒരു പൊളിച്ചെടുത്ത് നടത്തിയില്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ നമ്മൾ കേരളം ഭാരതം നേരിടുന്ന സാമ്പത്തിക മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെടില്ല, തിരിച്ചറിയപ്പെടില്ല എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട രഘുവരന്റെ മനോഹരമായ നോവൽ ഇന്നിവിടെ പ്രകാശിതമായിരിക്കുന്നു. ഈ ഓഡിറ്റോറിയം ഒട്ടേറെ ചരിത്രപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്, അനുഗ്രഹീതമാണ്. ഇവിടെ പ്രകാശിതമാകുന്ന പുസ്തകങ്ങൾ ഈ സമൂഹത്തിന്റെ വിളക്കാൽ മാറും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പിൽക്കാല ചരിത്രം. തീർച്ചയായിട്ടും സജീവത്തിന്റെ പ്രത്യേകമായ താല്പര്യം ഈ പുസ്തക പ്രകാശനത്തിൽ ഉണ്ടായിരുന്നു. KCCയുടെ ആഗ്രഹവും പിന്തുണയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയ സദസ്സാണെങ്കിൽ പോലും അവരെല്ലാവരും പ്രിയപ്പെട്ട രഘുവിന്റെ ഈ പുസ്തകത്തെ ഏറ്റെടുക്കും. അതുപോലെ തന്നെ ഈ സമൂഹവും ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എല്ലാവർക്കും ഒരായിരം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, കോവിഡ് എന്ന് പറയുന്നത് വിവിധ മേഖലയിൽ കൂടി സഞ്ചരിച്ചു വന്നതാണ്. ഏത് മേഖലയിലാണോ നീ നിൽക്കുന്നത് ആ മേഖലകളിൽ നീ പ്രകാശപൂരിതമായിട്ട് മാറിയാൽ
എത്ര പ്രതിസന്ധി വന്നാലും ശരി തന്നെ അതിനെ തരണം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ കിടാവിളക്കുകളായിട്ട് മാറുവാൻ നിങ്ങളെ സഹായിക്കും. അതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് നേരത്തെ മേഡം ഇവിടെ സൂചിപ്പിച്ച ഓരോ കാര്യങ്ങളും ഉള്ളത്. ഒരു ഇഡിയംസ് ഉണ്ട്, എ ഡ്രോപ്പ് ഓഫ് ഇൻ മേക്ക് എ മില്യൺ ഓഫ് തിങ്സ്. ഒരു തുള്ളി മഷി പരസഹസ്രം ചിന്താഗതികൾ ഉളവാക്കും. ഇന്ന് ഇവിടെ കേട്ട ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ ഒരു തുള്ളി മഷിയാണെങ്കിൽ ജീവിതത്തിന്റെ ഉന്നത സ്ഥായികളിൽ എത്തുവാൻ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഓരോ വിളക്ക് തിരികളായി മാറുവാൻ സർവേശ്വരൻ സഹായിക്കട്ടെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വേദിയിൽ വിഷയായിരിക്കുന്ന ഒരിക്കൽ കൂടി വന്ദിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗ്രാമത്തിന് നന്ദി നമസ്കാരം. ഇത് ഈ ഹാളിൽ ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് തുടർ മാസങ്ങളിലോ അല്ലെങ്കിൽ ത്രൈമാസങ്ങളിലോ ഒക്കെ വേദിയാകുവാൻ ഇത് മുഖാന്തരമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി ഇവിടെ സമ്മേളിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.